ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മളുടെ ബ്രെഡ് റോസ്റ്റാണ്. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും അതോടൊപ്പം തന്നെ സ്നാക്ക് റെസിപ്പിയുമാണിത്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുന്നു, അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ബ്രെഡ് ആദ്യം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ബട്ടറിലോ ഗീയിലോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതിന് വേണ്ടിയിട്ട് 6 പീസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇതൊന്ന് ടോസ്റ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ പീസുകളാക്കി മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിത് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വലിയ പീസുകളായാലും നമുക്ക് എളുപ്പത്തിൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ചെറിയ പീസുകളാക്കി മാറ്റി വയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ മറ്റൊരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നു. നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കോക്കനട്ട് ഓയിലൊക്കെ ആണെങ്കിൽ ഒരു ടേസ്റ്റിൽ നേരിയ വ്യത്യാസം വരും കേട്ടോ. ഇനിയിപ്പോൾ ഗീ കഴിക്കാൻ പറ്റാത്തവർക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. പിന്നീട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഒരൊറ്റ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് ഇളക്കി ചേർക്കണം. സവാള ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരൊറ്റ തക്കാളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതൊന്നും കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ കേട്ടോ. കൂടുതലായിട്ട് ഇതിന് വലിയ പണിയൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകുന്ന ഒരു സ്നാക്കും കൂടിയാണിത്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നീട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നു. അധികം എരിവിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തത്. പിന്നീട് 1/2 ടീസ്പൂൺ ഗരം മസാല അധികം ആവരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം, സ്നാക്കായിട്ടും ഉപയോഗിക്കാം, കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ബ്രെഡിൽ ഉപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം വേണ്ടിയിട്ടാണ്. ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മളൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അധികം ചേർക്കാൻ പാടില്ല, കുറച്ച് വെള്ളം. കാരണം എന്തിനാണ്, നമ്മളുടെ മസാല ഒന്ന് ശരിയായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഒക്കെ ചെറു ചൂടിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഓവർ ഫ്ലെയിം വയ്ക്കരുത്. ഒന്ന് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മസാല ഇങ്ങനെ റെഡിയായി വരുന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മസാലയ്ക്ക്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇനി അധികം വറ്റിക്കേണ്ട ആവശ്യമില്ല. നമ്മളതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ബ്രെഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് കുറച്ച് മല്ലിച്ചപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിച്ചപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കണം. ഇളക്കി മിക്സ് ആക്കണം. മസാല മുഴുവൻ ബ്രെഡ് പീസുകളിൽ പിടിച്ച് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇളക്കുന്നത്. ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രെഡാണ്, ഉടഞ്ഞു പോകും. അതുകൊണ്ട് വളരെ മെല്ലെ സോഫ്റ്റായിട്ടേ ചെയ്യാൻ പാടുള്ളൂ. പെട്ടെന്ന് ഇളക്കി ചേർക്കരുത്. മെല്ലെ മെല്ലെ ഇളക്കിയിട്ട് ബ്രെഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മസാല പിടിക്കുന്ന രീതിയിലേക്ക് ഇളക്കി കൊണ്ടുവരണം. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട്. സ്കൂളൊക്കെ തുറക്കുമ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്